ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഒരു കോസ്മെറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ക്ലയന്റുകൾക്ക് വൃത്തിയുള്ളതും വേണ്ടവണ്ണം സജ്ജീകരിച്ചിരിക്കുന്നതുമായ സ്വാഗതം ചെയ്യുന്ന നിലയിലുള്ളതുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് ജോലിസ്ഥലത്തിന്റെ പരിപാലനത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. ജോലിസ്ഥലം സജ്ജീകരിച്ച് പരിപാലിക്കുക, സലൂണിൽ പ്രൊഫഷണലിസം കാത്തുസൂക്ഷിക്കുക, ഒപ്പം ജോലിസ്ഥലത്തെ മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കുക. ജോലിസ്ഥലത്തിന്റെ സജ്ജീകരണം. ജോലിസ്ഥലം വളരെ വൃത്തിയുള്ളതും നല്ല വെളിച്ചവും വായുസഞ്ചാരവുമുള്ളതായിരിക്കണം. നിങ്ങളുടെ സലൂണിൽ ഒരു റിസപ്ഷനോ വെയിറ്റിംഗ് ഏരിയയോ ഉണ്ടെങ്കിൽ ക്ലയന്റുകൾക്ക് വേണ്ടി ഉപചാരപൂർവ്വം നന്നായി സജ്ജീകരിച്ചിരിക്കുന്ന ഇടമായി അവിടം സൂക്ഷിക്കുക. അവിടെ സുഖപ്രദമായ ഇരിപ്പിടങ്ങളും വായിക്കാൻ പുസ്തകങ്ങളും ലഭ്യമാക്കി വൃത്തിയുള്ളതും അവരെ സ്വാഗതം ചെയ്യുന്നതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. റിസപ്ഷൻ ഡെസ്കിൽ പേനയും ക്ലയന്റിന്റെ റെക്കോർഡ് കാർഡും ഉണ്ടായിരിക്കണം. ഉപഭോക്താവിന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു സ്ഥലം സലൂണിൽ ഉണ്ടായിരിക്കണം. ജോലിസ്ഥലത്ത് ബ്യൂട്ടീഷ്യൻ ഉപയോഗിക്കാനുള്ള സൗകര്യപ്രദമായ ഒരു കസേരയോ സ്റ്റൂളോ, കൂടാതെ ക്ലയന്റിന്റെ ഉപയോഗത്തിന് അനുയോജ്യമായ കസേരയോ ചാരിയിരിക്കാവുന്ന കിടക്കയോ ഉണ്ടായിരിക്കണം. ക്ലയന്റ് ചെയർ വ്യത്യസ്ത ഉയരങ്ങളിലും ആംഗിളുകളിലും ക്രമീകരിക്കാവുന്നതാണെന്ന് ഉറപ്പാക്കുക. പ്രക്രിയകൾ ക്ലയന്റിന് വ്യക്തമായി കാണാവുന്ന വിധത്തിൽ വേണം കണ്ണാടികൾ സ്ഥാപിക്കുവാൻ. ഒരു നടപടിക്രമത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും സലൂണിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കുകയും അവ വേണ്ടവണ്ണം അടുക്കി വയ്ക്കുകയും ചെയ്യണം. ഉപകരണങ്ങൾ അതാതിന്റെ സ്ഥാനത്ത് സൂക്ഷിക്കാൻ ടൂൾ ഹോൾഡറുകളോ ട്രേകളോ അല്ലെങ്കിൽ ഡ്രോയറുകളോ ഉപയോഗിക്കുക. ഹെയർ ഡൈകൾ, ഷാംപൂകൾ, മറ്റ് സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവ അലമാരയിൽ വൃത്തിയായി ക്രമീകരിക്കുക. ആവശ്യമുള്ളവ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് കണ്ടെയ്നറുകളും ഡ്രോയറുകളും ലേബൽ ചെയ്യുക. വൃത്തിയുള്ള തൂവാലകളും ഏപ്രണുകളും എപ്പോഴും തയ്യാറാക്കി വയ്ക്കുക. ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന കട്ടിലും കസേരയും വൃത്തിയാക്കി വെക്കണം. കൃത്യമായ ഇടവേളകളിൽ ജോലിസ്ഥലവും മറ്റു പ്രതലങ്ങളും തുടച്ച് വൃത്തിയാക്കി ഡിസിൻഫെക്റ്റന്റ് ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. പ്രതലങ്ങൾ ഇടയ്ക്കിടെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതിലേക്കായി ഡിസിൻഫെക്റ്റിംഗ് വൈപ്പുകളോ സ്പ്രേകളോ തയ്യാറാക്കി വെച്ചിരിക്കണം. ജോലിസ്ഥലത്തെ കിടക്കവിരിയും ടവലും കൃത്യമായ ഇടവേളകളിൽ മാറ്റുക. ക്ലയന്റുകൾക്ക് സുഖപ്രദമായ അനുഭവം ഉറപ്പാക്കാൻ സലൂണിൽ ടെമ്പറേച്ചർ കൺട്രോളറുകളും ഉണ്ടായിരിക്കണം. സലൂണിന്റെ ഉൾവശം തടസ്സം കൂടാതെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന വിധം വിശാലമായിരിക്കണം. ജോലിസ്ഥലത്തെ കണ്ടാമിനേഷൻ ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. അപകടസാധ്യതകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിന് ഗ്ലൗസുകളും മറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPEയും ധരിക്കുക. ശുചീകരണം. ഇത് ഉപകരണങ്ങളിലും പ്രതലങ്ങളിലും കാണപ്പെടുന്ന അഴുക്ക്, അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഉപകരണങ്ങളും പ്രതലങ്ങളും നന്നായി വൃത്തിയാക്കാൻ വീര്യം കുറഞ്ഞ ഡിറ്റർജന്റോ അല്ലെങ്കിൽ സോപ്പും ചെറുചൂടുള്ള വെള്ളവുമോ ഉപയോഗിക്കുക. ഒരു ബ്രഷോ തുണിയോ ഉപയോഗിച്ച് ഉപകരണങ്ങൾ സ്ക്രബ് ചെയ്ത് അവ നന്നായി വൃത്തിയായെന്ന് ഉറപ്പാക്കുക. മറ്റ് അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ ഉപകരണങ്ങളും പ്രതലങ്ങളും ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഉപകരണങ്ങളും പ്രതലങ്ങളും വായുവിൽ ഉണങ്ങാൻ അനുവദിക്കുകയോ ഡിസ്പോസിബിൾ പേപ്പർ ടവലുകൾ ഉപയോഗിച്ച് ഉണക്കുകയോ ചെയ്യുക. നിങ്ങളുടെ സലൂണിൽ ഉപയോഗിക്കുന്നതിന് അംഗീകാരമുള്ളതും വിവിധ തരത്തിലുള്ള പാത്തോജൻസിന് എതിരെ ഫലപ്രദവുമായ ഒരു ഡിസിൻഫെക്റ്റന്റ് തിരഞ്ഞെടുക്കുക. ഫലപ്രദമായ അണുനശീകരണത്തിന് ഡിസിൻഫെക്റ്റന്റിന്റെ നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ വായിക്കുകയും അവർ ശുപാർശ ചെയ്യുന്ന സമയത്തോളം പ്രയോഗിക്കുകയും ചെയ്യുക. ഡിസിൻഫെക്റ്റന്റ് നേർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യുക. ഉപകരണങ്ങൾ ഡിസിൻഫെക്റ്റന്റ് ലായനിയിൽ മുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് ഉപകരണങ്ങളിലും പ്രതലങ്ങളിലും പ്രയോഗിക്കുകയോ ചെയ്യുക. ഉപകരണങ്ങളിലും പ്രതലങ്ങളിലും ഡിസിൻഫെക്റ്റന്റ് പൂർണ്ണമായും പടർന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിർദ്ദേശിച്ച സമയത്തോളം അപ്രകാരം തന്നെ തുടരാൻ വിടുക. അതിനുശേഷം ഉപകരണങ്ങളും പ്രതലങ്ങളും ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കഴുകിയോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പേപ്പർ ടവലുകൾ ഉപയോഗിച്ച് തുടച്ചോ ഡിസിൻഫെക്റ്റന്റിന്റെ അംശങ്ങൾ നീക്കുക. സ്റ്റെറിലൈസേഷൻ.
പൊട്ടിയതോ മുറിവുള്ളതോ ആയ ചർമ്മവുമായോ മറ്റ് ശരീരദ്രവങ്ങളുമായോ സമ്പർക്കത്തിൽ വരുന്ന ഉപകരണങ്ങൾക്ക് സ്റ്റെറിലൈസേഷൻ ആവശ്യമാണ്. എല്ലാ മൈക്രോ ഓർഗാനിസത്തെയും നശിപ്പിക്കാൻ സ്റ്റെറിലൈസേഷൻ സഹായിക്കുന്നു. ഉപകരണങ്ങളിൽ കാണുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്റ്റെറിലൈസേഷന് മുമ്പ് അവ നന്നായി വൃത്തിയാക്കുക. കത്രിക, ട്വീസറുകൾ എന്നിവ കൂടാതെ കുറച്ച് ബോറോസിൽ തുടങ്ങിയവയും ഇപ്രകാരം സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ രീതിയുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെറിലൈസേഷൻ ഫലപ്രദമാകുന്നതിന് ഉചിതമായ സ്റ്റെറിലൈസേഷൻ ഉപകരണങ്ങളും ക്രമങ്ങളും പ്രയോഗിക്കുക. സ്റ്റെറിലൈസേഷൻ നടപടിക്രമങ്ങളുടെ തീയതികൾ, സമയം, സ്റ്റെറിലൈസ് ചെയ്തവ എന്തൊക്കെ എന്നീ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു റെക്കോർഡ് സൂക്ഷിക്കുക. സാനിറ്റൈസേഷൻ പൂർണ്ണമായി ജേമുകളെ നശിപ്പിക്കാനും ഉപകരണങ്ങളിലും ഉപരിതലങ്ങളിലും മൈക്രോ ഓർഗാനിസത്തിന്റെ എണ്ണം കുറയ്ക്കാനും കഴിയുന്ന ഒരു വിശേഷാൽ പ്രക്രിയയാണ് സാനിറ്റൈസിംഗ്. ഇത് ചൂടോ അല്ലെങ്കിൽ കെമിക്കലുകളോ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സാനിറ്റൈസിംഗ് ലായനി പ്രയോഗിച്ചിട്ടോ ടൂളുകളിലും പ്രതലങ്ങളിലും ലായനി ഉപയോഗിച്ച് തുടച്ചിട്ടോ പൂർണ്ണമായി സാനിറ്റൈസ് ചെയ്യുക. വായുവിൽ ഉണക്കിയോ ഡിസ്പോസിബിൾ പേപ്പർ ടവലുകൾ ഉപയോഗിച്ചോ സാനിറ്റൈസിംഗ് ലായനിയുടെ അംശങ്ങൾ നീക്കുക. ജോലിസ്ഥലത്ത് പാലിക്കേണ്ട പ്രൊഫഷണലായുള്ള പെരുമാറ്റത്തിന് പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. എപ്പോഴും വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ സലൂൺ യൂണിഫോം ധരിക്കുക. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് നന്നായി യോജിക്കുന്നതാണെന്ന് ഉറപ്പാക്കുക. കൂടാതെ അത് വളരെ ഇറുകിയതോ അയഞ്ഞതോ ആകരുത്. നിങ്ങളുടെ മുടി പോണി സ്റ്റൈലിലോ ബൺ സ്റ്റൈലിലോ കെട്ടിവെക്കുക. വായ ശുചിയായി സൂക്ഷിക്കുക. ലഘുവായ മേക്കപ്പ് ധരിക്കുക. എപ്പോഴും കൂടുതൽ മേക്കപ്പ് ഒഴിവാക്കുക. നിങ്ങളുടെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. വലിപ്പമുള്ള ആഭരണങ്ങൾ ധരിക്കരുത്. സുഖപ്രദമായതും പാദങ്ങൾ മൂടുന്ന വിധത്തിലുമുള്ള പാദരക്ഷകൾ ധരിക്കുക. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുത്. വിനയപൂർവമായ വാക്കുകളോടെ ഉപഭോക്താവിനെ സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ ക്ലയന്റുകളുടെ പശ്ചാത്തലമോ ബാഹ്യരൂപമോ പരിഗണിക്കാതെ അവരോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പെരുമാറുക. നല്ല ഒരു കേൾവിക്കാരനാകാൻ സ്വയം പരിശീലിക്കുകയും ക്ലയന്റിന്റെ ആശങ്കകളോട് സഹാനുഭൂതിയോടുകൂടി പ്രതികരിക്കുകയും ചെയ്യുക. സേവനത്തിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുന്നുവെങ്കിൽ അത് എത്ര സമയമെന്നും അതിന്റെ കാരണത്തെക്കുറിച്ചും ക്ലയന്റിനെ അറിയിക്കുക. ഉപഭോക്താവിന് വിശിഷ്ടമായ സേവനം നൽകാനായി എപ്പോഴും ശ്രമിക്കുക. ക്ലയന്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റുന്നതിൽ ഉത്സാഹം കാണിക്കുക. വ്യക്തിഗതമായ ശുപാർശകൾ നൽകുകയും ക്ലയന്റിന്റെ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുകയും ചെയ്യുക. എപ്പോഴും മുഖത്തു നോക്കിക്കൊണ്ട് വ്യക്തവും മര്യാദയുമുള്ള ഭാഷയിൽ സംസാരിക്കുക. ക്ലയന്റിന്റെ മുഖഭാവത്തിൽ നിന്നുള്ള സൂചനകൾ ശ്രദ്ധിക്കുക. കോസ്മെറ്റോളജി മേഖലയിൽ സമയനിഷ്ഠ അനിവാര്യമാണ് എന്നത് ഓർക്കുക. ക്ലയന്റുകളുമായി അടുത്ത് ഇടപഴകുന്നതിനാൽ നിങ്ങൾ ഏറ്റവും വ്യക്തിഗത ഹൈജീൻ പാലിക്കുക. ഏതുതരം നടപടിക്രമം ആരംഭിക്കുന്നതിന് മുൻപും നിങ്ങളുടെ കൈകൾ കഴുകുക. ഫലപ്രദമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാൻ ഇനി പറയുന്ന ശീലങ്ങൾ പിന്തുടരുക. പൊതുമാലിന്യങ്ങൾ, പുനരുപയോഗിക്കാവുന്നവ, അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ മാലിന്യങ്ങളെ തരംതിരിക്കുക. വേണ്ട വിധത്തിലുള്ള സംസ്കരണവും പുനരുപയോഗവും ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. റീസൈക്കിൾ ചെയ്യാനാവാത്ത പാക്കേജിംഗ്, ഉപയോഗിച്ച ടിഷ്യൂകൾ, കോട്ടൺ, വാക്സ് സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ വസ്തുക്കൾ എന്നിങ്ങനെയുള്ള പൊതുമാലിന്യങ്ങൾ അതിനായുള്ള വേസ്റ്റ് ബിന്നുകളിലോ ബാഗുകളിലോ നിക്ഷേപിക്കുക. ദുർഗന്ധം തടയുന്നതിനും ശുചിത്വം നിലനിർത്തുന്നതിനും ഈ ബിന്നുകൾ പതിവായി കാലിയാക്കുക. പ്ലാസ്റ്റിക് കുപ്പികൾ, പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പോലുള്ള പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങൾക്കായി പ്രത്യേകം ബിന്നുകളോ കണ്ടെയ്നറുകളോ സജ്ജീകരിക്കുക. കോസ്മെറ്റോളജിസ്റ്റുകൾക്ക് പലപ്പോഴും സൂചികൾ, റേസറുകൾ അല്ലെങ്കിൽ ലാൻസെറ്റുകൾ പോലെയുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും. ഇതുമൂലമുള്ള മുറിവുകളും കണ്ടാമിനേഷനുകളും തടയുന്നതിന് ഈ വസ്തുക്കൾ ശരിയായി കൈകാര്യം ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഉപയോഗിച്ച ഹെയർ ഡൈകൾ, കെമിക്കലുകൾ അല്ലെങ്കിൽ ക്ലീനിംഗ് സൊല്യൂഷനുകൾ പോലുള്ള ദ്രാവക മാലിന്യങ്ങൾ വേണ്ടവണ്ണം കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുക.
പരിസ്ഥിതിയെ അവ ദോഷകരമായി ബാധിക്കും എന്നതിനാൽ അവ സിങ്കിലോ ഓവിലോ ഒഴിക്കുന്നത് ഒഴിവാക്കുക. ദ്രവമാലിന്യങ്ങൾ ഉചിതമായ പാത്രങ്ങളിൽ ശേഖരിക്കുകയും പ്രാദേശിക നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് അവ സംസ്കരിക്കുകയും ചെയ്യുക. സമയം ലാഭിക്കുന്നതിനായി ഒരു നടപടിക്രമത്തിന് ശേഷം സാധനങ്ങൾ അടുക്കിവെച്ച് ജോലിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക. പതിവായി തറ തൂത്തുവാരുകയോ വാക്വം ചെയ്യുകയോ ചെയ്ത് മുടിയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക. ജോലിസ്ഥലം വൃത്തിയാക്കാൻ നടപടിക്രമങ്ങൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയം പ്രയോജനപ്പെടുത്തുക. ഉദാഹരണത്തിന്, ഒരു മാനിക്യൂറിൽ നെയിൽ പെയിന്റ് ഉണങ്ങുന്ന സമയത്തിനിടയിൽ ടിഷ്യൂകൾ നീക്കം ചെയ്യുക. എല്ലാ കുപ്പികൾക്കും അടപ്പുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു ജോലിക്ക് ശേഷം ഉപകരണങ്ങൾ വൃത്തിയാക്കുകയും വേണ്ടവണ്ണം സ്റ്റെറിലൈസേഷൻ ചെയ്യുകയും വേണം. ക്ലയന്റിന് ഒരു അസൗകര്യവും ഉണ്ടാക്കാതെ ഒതുക്കത്തിൽ വേണം ഇത് ചെയ്യാൻ. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ശരിയായ രീതിയിൽ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും സൂക്ഷിക്കുന്നതിന് ഇനി പറയുന്ന നുറുങ്ങുകൾ പരീക്ഷിക്കുക. കത്രിക, റേസറുകൾ എന്നിങ്ങനെയുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ കവറുകളിലോ ഉറകളിലോ സൂക്ഷിക്കുക. ചെറിയ ഉപകരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ടൂൾ ട്രേകളിലോ കേസുകളിലോ സൂക്ഷിക്കുക. ക്ലിപ്പുകൾ, പിന്നുകൾ, ബ്രഷുകൾ, ചീർപ്പുകൾ എന്നിങ്ങനെയുള്ളവയ്ക്ക് ഈ ശീലം വിശേഷിച്ചും പ്രയോജനപ്രദമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള ചെറിയ വസ്തുക്കൾ ക്രമീകരിക്കപ്പെടുകയും അവ നഷ്ടപ്പെടുന്നതിൽ നിന്നും ചിതറിപ്പോകുന്നതിൽ നിന്നും തടയപ്പെടുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വയറുകളോ മറ്റു ഭാഗങ്ങളോ തറയിൽ ഇഴയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗത്തിലില്ലാത്തപ്പോൾ ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കേബിളുകൾ ശരിയായി പൊതിഞ്ഞ് സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളിലെ വയറുകൾ തകരാറിലാകുമെന്നതിനാൽ കേബിളുകൾ ചുറ്റിക്കെട്ടുകയോ വളച്ചൊടിക്കുകയോ ചെയ്യരുത്. വെൽക്രോ സ്ട്രാപ്പുകളോ കോഡ് ഓർഗനൈസറുകളോ ഉപയോഗിച്ച് അവ കെട്ടുപിണയാതെ വൃത്തിയായി സൂക്ഷിക്കുക. ടൂൾസും ഉപകരണങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റുകളിൽ അവയിലുള്ള സാധനങ്ങളുടെ പേരെഴുതി ഒട്ടിക്കുക. ഇത് ഉപകരണങ്ങൾക്കായി തിരയുമ്പോൾ സമയം ലാഭിക്കാനും അടുക്കും ചിട്ടയുമുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റം പരിപാലിക്കപ്പെടാനും സഹായിക്കുന്നു. സലൂണിൽ നിങ്ങൾ കെമിക്കലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അവ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ഉപകരണങ്ങൾക്കും സാമഗ്രികൾക്കും തേയ്മാനമോ കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റു തകരാറുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. വിലപിടിപ്പുള്ള ഉപകരണങ്ങളും സാമഗ്രികളും അനുവാദമില്ലാത്തവർ എടുക്കുന്നതിൽ നിന്നും മോഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് അലമാരികളിലോ മുറികളിലോ പൂട്ടി സൂക്ഷിക്കുക. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ ജോലിസ്ഥലം സജ്ജീകരിച്ച് പരിപാലിക്കുക, സലൂണിൽ പ്രൊഫഷണലിസം കാത്തുസൂക്ഷിക്കുക, ഒപ്പം ജോലിസ്ഥലത്തെ മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കുക എന്നിവയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.